ഒരു അതിമനോഹരമായ ഒരു രാജ്യം. എല്ലാ പ്രജകളും വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഏറ്റവും മനോഹരം, നമ്മളൊരു ഒരു സ്വപ്ന രാജ്യം, സ്വർഗരാജ്യം എന്ന് പറഞ്ഞതുപോലെ എല്ലാ ആൾക്കാരും വളരെ ഹാപ്പി. എല്ലാ വീട്ടിലും എല്ലാവിധ കാര്യങ്ങളുണ്ട്. ആരും ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. കുട്ടികളാണെങ്കിലും അവിടെയുള്ള സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരെല്ലാവരും വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു രാജ്യം. ആ രാജ്യത്തെ രാജാവിന് അടുത്ത അവകാശമുണ്ടല്ലോ, അവകാശിക്ക് അദ്ദേഹത്തിന്റെ ഭരണ ചുമതല കൊടുക്കേണ്ട സമയമായി. അപ്പൊ ഇനി മുതൽ അടുത്ത രാജാവിനാണ് കൊടുക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ ഏറ്റവും മൂത്ത മകനാണ്. ഈ മൂത്ത മകന് ഒരു വലിയ പ്രശ്നമുണ്ട്. ആ ആളിന് എത്ര ഭക്ഷണം കഴിച്ചാലും മതിയാകില്ല. എപ്പോഴും വിശപ്പ്. കഴിച്ചു തീരുന്നു പിന്നെയും വിശപ്പ്, കഴിച്ചു തീരുന്നു പിന്നെയും വിശപ്പ്. ഓക്കെ, അപ്പോ രാജാവ് മകനോട് പറയുന്നുണ്ട്, നീയാണ് ഇനി ഭരിക്കേണ്ടത്. ഇത് കേൾക്കുമ്പോഴും മകൻ ഒരു വലിയ തളിക നിറയെ നല്ല മഞ്ഞ നിറത്തിലുള്ള ലഡു വാങ്ങി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ജോബി സാറേ, മകൻ ആ വലിയ തളികയുള്ള ലഡു ഇനി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജാവ് മകനോട് പറയണം, മോനെ ഇനി നീയാണ് ഭരിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അവന് ഭയങ്കര, രാജകുമാരന് ഭയങ്കര പ്രശ്നമായി. ഇനിയിപ്പോൾ ഞാനാണോ ഭരിക്കേണ്ടത്? പക്ഷെ ഞാനെങ്ങനെ ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഭരിക്കാൻ പറ്റും? കട്ട്. ഓക്കെ, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റുമോ? ഭക്ഷണം കഴിക്കാൻ പറ്റുമോ എന്നുള്ള ചിന്ത വന്നു. പക്ഷേ ആ സമയത്ത് തന്നെ ആ രാജാവിന് വേറൊരു ചിന്ത വന്നു. ഞാൻ രാജാവായി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ കഴിക്കുന്നത് ആരും എൻ്റെ അടുത്ത് ചോദ്യം ചെയ്യില്ല. അപ്പോൾ എനിക്ക് എവിടെ വേണമെങ്കിലും നിന്നും എപ്പോൾ വേണമെങ്കിലും ഒന്നും കഴിക്കാമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. വെരി ഗുഡ്. അടുത്ത് മൈക്ക് വാങ്ങിക്കും. അപ്പം അങ്ങനെ ഒരു ഉറപ്പ് കിട്ടിയപ്പോഴത്തേക്കും പിന്നെ ഉടനെ തന്നെ ഈ രാജകുമാരൻ അച്ഛനോട് പറഞ്ഞു, അങ്ങ് പറയുന്ന പോലെ രാജ്യം ഭരിക്കാൻ തയ്യാറാണ്. പക്ഷേ ഉടനെ തന്നെ എൻ്റെ ഇടതുവശത്ത് മുഴുവനും എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പാല് തരാൻ പറ്റുന്ന നല്ല ഒന്നാം തരം കഴുതക്കുട്ടികളെ ഒരു 50 എണ്ണത്തിനെ കെട്ടിക്കൊണ്ടുവന്നിടണം. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള നേരിട്ട് പാല് പിടിക്കാം. എൻ്റെ വലതുവശത്ത് എനിക്ക് വേണ്ട മത്സ്യമാംസാദികൾ കൊണ്ടുവന്ന് നിരത്തണം. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞാനൊന്ന് ആലോചിച്ച് എനിക്കത് തൃപ്തിയാവുകയാണെങ്കിൽ ഭരിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഞാൻ പറയാം. വെരി ഗുഡ്. ദിനൂപ്, അങ്ങനെ മത്സ്യവും മാംസവും മാത്രം പോരാ, എനിക്ക് കഴിക്കാൻ മധുരമുള്ള പലഹാരങ്ങൾ വേണം. അതിനു വേണ്ടിയിട്ട് ഒരു ബേക്കറി ഉണ്ടാക്കുന്ന ഒരു സ്ഥലം, ആ ഒരു സാധനം തന്നെ ഉണ്ടാക്കണം. അതിന് നാട്ടിലെ ഏറ്റവും നല്ല ജോലിക്കാരെ വിളിക്കണം. അത് വലുതായിട്ടൊന്ന് സെറ്റ് ചെയ്യണം. എനിക്ക് ഫുൾ ടൈം ഈ മധുരമുള്ള പലഹാരങ്ങൾ കഴിച്ച് മുന്നോട്ട് പോകണം. വെരി ഗുഡ്. അടുത്ത് സഹിച്ചേട്ടാ. ഞാൻ അധികാരമൊക്കെ ഏറ്റെടുക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേങ്കിൽ ഈ നാട്ടിലുള്ള മുഴുവൻ കർഷകരും പോത്ത് പശുവിനൊക്കെ വളർത്തുന്നവരൊക്കെ ലിസ്റ്റ് എനിക്ക് വേണം. അവർ എനിക്ക് തരേണ്ട ഒരു പ്രിപ്പറേഷൻ എനിക്ക് സാധനങ്ങൾ എത്തിച്ചേണ്ട ചാർട്ട് ഇന്ന് തന്നെ തയ്യാറാക്കാൻ ഉത്തരവിട്ടേ പറ്റൂ. നാളെ തൊട്ട് അതിന് കൃത്യമായ ഒരു ഓർഡറിൽ എനിക്ക് എല്ലാ സാധനവും എൻ്റെ മുന്നിൽ എത്തിയിരിക്കണം. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ കൂടെ രാജാവിനെ തന്നെ ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ട അവസ്ഥയിലേക്കാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് നിർബന്ധമായിട്ട് എത്രയും പെട്ടെന്ന് എനിക്ക് ഈ ലിസ്റ്റ് ഇവിടെ എത്തിയിരിക്കണം, അതിനുള്ള ആൾക്കാരെ എത്തിയിരിക്കണം. പശുവിൻ്റെ പാലോ ഒന്നും മാത്രം പോരാ, ലെബനീസ് ഫുഡ് വേണം എല്ലാ നേരവും. അപ്പം 3 നേരം ലെബനീസ് ഫുഡ് വേണ്ടിയിട്ട് ഒരു ഫുൾ ടൈം ഒരു ലെബനീസ് കുക്കർ നിങ്ങൾ ലെബനാനിൽ വരുത്തണം. എങ്കിലേ ഞാൻ ചിന്തിക്കുള്ളൂ ഞാൻ ഈ ജോലി ഏറ്റെടുക്കാൻ പറ്റുമോ ഇല്ലേ. അപ്പോൾ എൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യം തീരുമാനമായി മാത്രമേ ഞാൻ അത് മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ ലെബനീസ് ഫുഡ് നിർബന്ധമാണ് എനിക്ക്. ഓക്കെ, വെരി ഗുഡ്. ഞാൻ അടുത്ത രാജാവാകാൻ പോകുന്നതാണ്. അടുത്ത രാജ്യഭരണം ഏറ്റെടുക്കാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് അതിനു മുമ്പായിട്ട് എൻ്റെ 2 ആഗ്രഹങ്ങളുണ്ട്. ഒന്ന്, എൻ്റെ ഈ നാട്ടിൽ കിട്ടുന്ന വിഭവങ്ങളിൽ ഏറ്റവും രുചികരമായ നാട്ടുവിഭവം എനിക്ക് കഴിക്കണം. രണ്ടാമത്, എനിക്ക് അതേപോലെ തന്നെ വനത്തിൽ കിട്ടുന്ന, കാട്ടിൽ കിട്ടുന്ന ഏറ്റവും സ്വാദിഷ്ടമായ ഭക്ഷണം എനിക്ക് കഴിക്കണം. അതിനുള്ള സാധനങ്ങൾ എനിക്ക് എത്തിച്ചു തന്നാൽ ഞാൻ രാജ്യഭരണം ഏറ്റെടുക്കാം. വെരി ഗുഡ്, വെരി ഗുഡ്. ഒടുവിൽ ഇതിനൊക്കെ ഒരു തീരുമാനമായി. അവസാനം അങ്ങനെ രാജാവ് മന്ത്രീനെ വിളിക്കുകയാണ്. നമുക്കൊരു ഡേറ്റ് ഫിക്സ് ചെയ്യണമല്ലോ, എന്നാണ് ഇനിയിപ്പോൾ അടുത്ത ഭരണം ഏറ്റെടുക്കണതിൻ്റെ. അതിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ മന്ത്രിയോട് പറഞ്ഞു. ഒരു പണിക്കരെ അല്ലെങ്കിൽ ജോത്സ്യരെ പോയിട്ടൊരു ഡേറ്റൊക്കെ ഫിക്സ് ചെയ്തിട്ട് അങ്ങനെ രാജാവ് പുത്രനെ
രാജഭരണം ഏൽക്കാനുള്ള ഒരു ഡേറ്റ് എല്ലാം ഫിക്സ് ചെയ്ത് രാജഭരണം ഏറ്റെടുക്കുകയാണ്. സലീം ഭായ്, അപ്പോൾ ഈ രാജഭരണം അടുത്ത തലമുറയിലേക്ക് കൈമാറുവാണല്ലോ. അപ്പോൾ രാജാവിന് സംശയം, ഇങ്ങനെ ഒരു അലസനായ മകനെ ഇത്ര നല്ലൊരു രാജ്യം ഏൽപ്പിച്ചാൽ ഇവനിത് എവിടെ കൊണ്ട് എത്തിക്കും, ഇത് തുടർന്ന് എങ്ങനെ കൊണ്ടുപോകും എന്നെനിക്ക് ഡൗട്ട് വന്നു. ബ്യൂട്ടിഫുൾ. നൗ ഇറ്റ് ഈസ് എന്താണ് പ്രശ്നത്തിൻ്റെ എക്സ്ട്രീമിൽ നിൽക്കുകയാണ്. ആ സ്റ്റേജ് അതായി. ഇനി എന്താണ്? വി ആർ ഗോയിങ് ടു ദ റെസൊല്യൂഷൻ. പ്രോബ്ലംസ് എല്ലാം ഉണ്ട്. പ്രോബ്ലംസ് വേണം ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വി ഹാവ് ഗോട്ട് ഓൾ ദ പ്രോബ്ലംസ്. ഓക്കെ, ഇടത് വലത്, ലെബനീസ് ഫുഡ്, പിന്നെ എന്താണ് കാട് നാടും, കാട്ടിലെ ബെസ്റ്റ് നാട്ടിൽ അതുവരെയുണ്ട്. അങ്ങനെ ഇതെല്ലാം ഓക്കെ പറഞ്ഞു ചെയ്തു. പക്ഷേ അത് കഴിയുമ്പോഴാണ് രാജാവിന് സംശയം അവനെ ഏൽപ്പിച്ചാൽ ശരിയാവും. സത്യേട്ടാ, ഞാനേതായാലും ഭരണം ഏറ്റെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി ഇതുവരെ അച്ഛൻ രാജ്യം ഭരിച്ചു, അതിൻ്റെ തണലിൽ ഇതുവരെ സുഖമായി ജീവിച്ചു. അപ്പോൾ ഇത്രയും കാലം ജീവിച്ചത് എനിക്ക് ഉൾക്കൊള്ളുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള രീതിയിലുള്ള ഭക്ഷണവും മധുരവും മറ്റു കാര്യങ്ങളൊക്കെ കഴിച്ചതുകൊണ്ട് ഇനി രാജ്യഭരണം നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ ആരോഗ്യം പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു വൈദ്യരെ വിളിച്ച് എനിക്ക് രാജ്യം നല്ല രീതിയിൽ ഭരിക്കാനുള്ള ഒരു പരിഹാരത്തിന് വേണ്ടിയിട്ട് അച്ഛൻ തന്നെ രാജാവ് എന്നുള്ള നിലക്ക് ഒന്ന് വൈദ്യരോട് വരാൻ പറയണം. എനിക്ക് രാജ്യം നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നാണ് ഞാനിപ്പം ആലോചിക്കുന്നത്. പ്രവീൺ ഭായ്, രാജ്യം വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് രാജാവിന് മനസ്സിലായി. രാജാവ് ഒരു അടിയന്തര യോഗം വിളിച്ചു. 2 യോഗങ്ങളാണ് വിളിച്ചത്. ഒന്ന് അവരുടെ ഭരണസമിതിയും വിളിച്ചു, അതുപോലെ തന്നെ കുടുംബപരമായിട്ട്. കാരണം ഈ മൂത്ത രാജാവും അനിയൻ അതുപോലെ തന്നെ ഭാര്യ ഇവരുടെയും കൂടിയുള്ളൊരു യോഗം വിളിച്ചു. കാരണം രാജ്യത്തിൻ്റെ ഈ ഒരു അവസ്ഥയിൽ അവിടെ വളരെ രീതിയിലുള്ള കലാപം പൊട്ടിപ്പുറപ്പെട്ടു. അപ്പോൾ രാജാവ് വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഒരു ചോദ്യം വന്നു. കാരണം ഈ മൂത്ത മകൻ്റെ ഭക്ഷണപ്രിയം കാരണം അവിടെ രാജ്യം വളരെ ഫുഡിൻ്റേതായിട്ടുള്ള ലഭ്യതക്കുറവ് വന്നു. അത് ജനങ്ങൾക്ക് കിട്ടാതെ വന്നു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിനും ഈ പറഞ്ഞ ഭക്ഷണം കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോഴേക്കുള്ള പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മീറ്റിംഗ് കൂടുകയും ആ മീറ്റിങ്ങിൽ അവരൊരു വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കുകയും ചെയ്തു. യെസ് അരുൺ. ആ തീരുമാനത്തിൻ്റെ എടുത്ത അതേ ദിവസം തന്നെയാണ് ആ രാജ്യത്തെ മുഴുവൻ ആൾക്കാരെ ഞെട്ടിച്ചുകൊണ്ട് വളരെ അപ്രതീക്ഷിതമായിട്ടൊരു വാർത്ത വന്നത്. ഈ ഭക്ഷണമെല്ലാം കഴിച്ച് ഇപ്പോഴത്തെ പുതിയ രാജാവ്, അതായത് ഏകദേശം 4 ആഴ്ചയോളം സ്ഥാനമേറ്റിട്ടായ ആ രാജാവിന് ഗുരുതരമായ ഒരു രോഗം പിടിപെട്ടു എന്നുള്ള വാർത്ത. ഓടേണ്ടി വരുപ്പെട്ടത് ഗുരുതരമായ രോഗം വന്നു, അത്രേ ഉള്ളൂ. ഇതെല്ലാം കേട്ടോണ്ട് വിജയിച്ച് കുറച്ച് നേരത്തെ സ്ഥലം ഈ കൈവച്ചോണ്ടിരിക്കും. അയ്യോ ഇതോടെ കൊണ്ടെത്തിക്കുക. ഗുരുതരമായ അസുഖം വന്നു. അപ്പോൾ രാജാവ് ഒരു വിളംബരം പ്രഖ്യാപിച്ചു. എൻ്റെ മകൻ്റെ അസുഖം ഭേദമാക്കാൻ കണക്കിനുള്ള ഒരു വൈദ്യർ വരികയാണെങ്കിൽ ആ വൈദ്യർ ഇവിടുത്തെ രാജഗുരുവായി മാറും. അങ്ങനെ വൈദ്യന്മാരെല്ലാം ഒത്തിരി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വൈദ്യന്മാരെല്ലാം വന്നു. അതിൽ നിന്ന് രാജഗുരു ഒരു വൈദ്യനെ, ആയുർദാനിലെ ഒരു വൈദ്യനെ സെലക്ട് ചെയ്തു ചികിത്സിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ വൈദ്യർ ചികിത്സിച്ച് വളരെ ഗംഭീരമായി ഒരു മാസത്തെ ചികിത്സ കൊണ്ട് പയ്യൻ്റെ ഈ രാജകുമാരൻ്റെ രോഗങ്ങളെല്ലാം ഉദരസംബന്ധമായ രോഗങ്ങളായിരുന്നു. ഭക്ഷണം കൂടുതൽ കഴിച്ച ഉദരസംബന്ധമായ പ്രശ്നങ്ങളായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ആ ഭക്ഷണം എങ്ങനെ കഴിക്കണമെന്നും തുടർന്ന് നന്നായിട്ട് രാജ്യം ഭരിക്കണമെങ്കിൽ ആരോഗ്യം വേണമെന്നും ഒക്കെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാൻ ഞങ്ങളുടെ വൈദ്യർക്ക് പറ്റി. അങ്ങനെ വൈദ്യർ പറഞ്ഞു കൊടുത്തതനുസരിച്ച് അവൻ നല്ല ഭരണാധികാരി ആവാൻ തന്നെ തീരുമാനിച്ചു. ഓക്കെ, നെക്സ്റ്റ്. ആദ്യത്തെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടിയ ഉടനെ തന്നെ അടുത്തത് വന്നത് എങ്ങനെ ഫുഡ് കഴിക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഏറ്റവും ആദ്യം വേണ്ടിയിരുന്നത് ലഡുവായിരുന്നു. അപ്പോൾ ഈ മധുരം കഴിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഫൈബർ കണ്ടൻറ്റ് കുറയുന്നതുകൊണ്ടാണ്. അപ്പോൾ ആദ്യം ഫൈബർ കണ്ടൻറ്റ് കഴിച്ച് പിന്നെ പ്രോട്ടീനും കഴിച്ച് പിന്നെ ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഈ രീതിയിൽ വന്ന അസുഖങ്ങൾ മരുന്നില്ലാതെ തന്നെ നമുക്കതിനെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ നമ്മുടെ ഹോർമോൺസ് ചേഞ്ചസ് വരുന്നതോട് കൂടിയിട്ട് തന്നെ എന്ത് ചെയ്തു, മൈൻഡ് സെറ്റ് ഈ ഒരു രാജകുമാരിൽ മാറിത്തുടങ്ങി, പ്ലസ് റൂട്ടീൻ ലൈഫിലേക്കും എത്തിത്തുടങ്ങുകയും ചെയ്യും. ബ്യൂട്ടിഫുൾ. എലിസബത്ത്.
വൈദ്യം വന്നു, ഫുഡ് എല്ലാം ഡിസൈഡായി. പക്ഷെങ്കിൽ ഇതെല്ലാം ചെയ്താലും എക്സസൈസ് വേണം. അപ്പം എക്സസൈസിന് ഏറ്റവും നല്ല മോട്ടിവേഷൻ എന്താണെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ജിമ്മിൽ പോകണം, നടക്കത്തില്ല, എന്താണ് മാർഗം? അപ്പം ഫൈനലി സജഷൻ വന്നു, ഒരു പപ്പിയെ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പപ്പി വിൽ ഗെറ്റ് അറ്റാച്ച്ഡ്. അപ്പം ഡെയിലി മോർണിംഗ് വാക്ക് ആൻഡ് ഈവനിങ് വാക്കിന് പപ്പിയെ കൊണ്ടുപോകണം. അപ്പം ദ പ്രിൻസ് ഹാസ് ടു വാക്ക്. സോ ഇറ്റ് വാസ് ഡിസൈഡഡ്. പ്രിൻസിന് തന്നെ ചോയ്സ് കൊടുത്തു, ഏത് പപ്പിയെ വേണമെങ്കിലും വേൾഡ് ഓവറിലെ മുഴുവൻ ബ്രീഡ് ലിസ്റ്റ് കാണിച്ചിട്ട് ചൂസ് യുവർ ഓൺ പപ്പി സോ ദാറ്റ് യു ക്യാൻ ഗോ ഫോർ എ വാക്ക് വിത്ത്. അങ്ങനെ പ്രിൻസ് ഒരു ഇതിനെ ചൂസ് ചെയ്തെടുത്ത് ഹി സ്റ്റാർട്ടഡ് ഗോയിങ് ഫോർ വാക്സ് വിത്ത് ദ ഡോഗ്, ഹാവിങ് എ കമ്പാനിയൻഷിപ്പ് ആൻഡ് എ ഹെൽത്തി ലൈഫ്. ഈ നായ്ക്കുട്ടീനെയൊക്കെ കൊടുത്തെങ്കിലും രാജാവിന് പിന്നെ ഒന്നും കൂടി ഒന്ന് ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ചാണക്യനെ പോലത്തെ ഒരു രാജഗുരുവിനെ വിളിപ്പിച്ചു. എന്നിട്ട് ഗുരുവിനോട് അഭിപ്രായം ചോദിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഗുരുവിനോട് ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഗുരു പറഞ്ഞു, രാജാവിനോട് പറഞ്ഞു, നിനക്ക് തലയ്ക്ക് വല്ല ഓളമാണ്, ഇവനെ പോലത്തെ തീട്ടപ്പണ്ടാരത്തിനെല്ലാം രാജാവാക്കുന്നതിനെക്കാട്ടിലും തൂങ്ങിച്ചാന്നാണ് നല്ലത്. ഇവിടെ പണി അറിയുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഈ രാജ്യത്തുണ്ട്. അവർക്ക് ഞാൻ ഈ ഭരണം കൊടുക്കുന്നതാണ് എനിക്ക് നല്ലത്. ഇവനെ വല്ല പഠനശാലയിലും കൊണ്ടിടും. ഓക്കെ, രാജഗുരു എന്ന് പറഞ്ഞാൽ ടോം. അങ്ങനെ രാജാവ് ഈ രാജഗുരുവിൻ്റെ ഇതിൽ ഈ വാക്ക് കേട്ടിട്ട് ഒരു ട്രെയിനിങ് കൊടുക്കാൻ തീരുമാനിച്ചു. കണക്കിൻ്റെ ട്രെയിനിങ് സ്പെഷ്യൽ രാജാവാൻ വേണ്ട സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ എത്രയും പെട്ടെന്ന് ആ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു. ആ ഓക്കെ, അരുൺ തമ്പി. അവരെ ഡിസ്റ്റർബ് ചെയ്യരുത്, കാരണം ശരിക്കും ഇത് ക്രിയേറ്റിവിറ്റിയാണ്. നമുക്ക് വിൽ ലാഫ് ലേറ്റർ. ആ ട്രെയിനിങ്ങിൽ വെച്ചാണ് അവർക്ക് മനസ്സിലായത് രാജാവാകാൻ പോകുന്ന വ്യക്തിക്ക് നല്ല സ്നേഹമൊന്നും കിട്ടാത്തത് കൊണ്ടാണ് പുള്ളി ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വെറുതെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ട്രെയിനിങ് ക്ലാസ്സിൽ വെച്ച് പുള്ളി ഒരാളെ പരിചയപ്പെടുകയും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. ഓക്കെ, വെരി ഗുഡ്. വിജീഷ് ഭായ്. വിവാഹം കഴിക്കാൻ ഈ നമ്മളെ രാജകുമാരനാണ് ആഗ്രഹിച്ചത്. പക്ഷേ ആ പെൺകുട്ടിക്ക് അത് തയ്യാറായിരുന്നില്ല. കാരണം ഇങ്ങനത്തെ ഒരു കോഹനെ ഒരു പെൺകുട്ടി കല്യാണം കഴിക്കില്ലല്ലോ. അവസാനം രാജാവ് തീരുമാനിച്ചു, എന്തായാലും ഇവൻ രാജ്യം ഭരിച്ചിട്ട് ഒരു കാരണവശാലും രാജ്യത്തിനൊരു പുരോഗതിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവസാനം തീരുമാനം എടുത്തു. കുറേ മന്ത്രിമാരും എല്ലാവരും ഒരു ചർച്ച ചെയ്തിട്ട് ഒരു തീരുമാനം എടുത്തു. നമ്മളെ രാജ്യത്ത് തന്നെയുള്ള നല്ല കഴിവുള്ള ആളുകളെ തിരഞ്ഞെടുക്കാം, എന്നിട്ട് അതിൽ നിന്ന് ആരെങ്കിലും ഒരാളെ നമുക്ക് രാജാവായി വാഴിക്കാം. അങ്ങനെ അടുത്ത ദിവസം വിളംബരം നടത്തി, ഇന്ന പോലെ നല്ല കഴിവുള്ളവരെ തിരഞ്ഞെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളംബരം നടത്തി. അങ്ങനെ കുറേ പരീക്ഷണങ്ങളുണ്ടായിരുന്നു. അതിലത്തെ പങ്കെടുക്കാനായിട്ട് ഏകദേശം ഒരു 10-50 കൂടുതൽ ആളുകൾ പങ്കെടുത്തു. അതിൽ നിന്ന് പരീക്ഷണം നടത്തി കുറേ ആൾക്കാർ പിന്തള്ളപ്പെട്ടു. അവസാനം അതിൽ ഒരാൾ ജയിച്ചു. അയാളെ രാജാവായി വാഴിച്ചു. ബ്യൂട്ടിഫുൾ, വെരി നൈസ്. നമ്മൾ ഓരോരുത്തരുടെയും മൈൻഡ് സെറ്റ്, ഓക്കെ, ലൈക്ക് ഹൗ വി ആർ പെർസീവിങ് തിങ്സ്, അതാണ് നോക്കുന്നത്. ആക്ച്വലി ദേ വാസ് നമ്മുടെ ഡോക്ടർ ലെബനീസിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും തൊട്ടടുത്ത് ദർ ഇസ് എ ഗ്യാപ്പ് അല്ലേ? കാരണം ഡോക്ടർ എന്താണ് പറയാൻ പോകുന്നത് നമുക്ക് അറിയില്ലല്ലോ. നേരത്തെ അറിയാമായിരുന്നു. നോ, ഇവിടെ ആകപ്പാട് അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് അരുൺ തമ്പിയായിട്ട് മാത്രമേ ഉള്ളൂ. ആർക്ക് വിജീഷ് വയ്ക്കുക എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നു എങ്കിലും നമുക്ക് തീർക്കാൻ പറ്റുള്ളൂ. ആൻഡ് അവർ ബ്രെയിൻ ഈസ് ആക്ച്വലി മച്ച് ക്രിയേറ്റീവ്, ഒരുപാട് ക്രിയേറ്റീവാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ് ദാറ്റ് വി ഹാവ് എവർ ഡൺ. നമ്മുടെ ഉള്ളിൽ, എല്ലാവരുടെ ഉള്ളിൽ എന്തുണ്ട്? ഈ സ്റ്റോറീസ് ഉണ്ട്. ആൻഡ് ഈ സ്റ്റോറി എവിടെ നിന്നാണ് വരുന്നത്? അതാണ് എൻ്റെ അടുത്ത ചോദ്യം. ഏതോ ഒരു പാട്ടിൽ നമ്മൾ എന്ത് ചെയ്തൊക്കെയാണ് ഇതിനെ അങ്ങ് അടച്ച് ഒതുക്കി ഏതോ ഒരു ഇരുട്ട് മുറിയിൽ അടച്ച് പെട്ടിയൊക്കെ ഇട്ട് അതിനകത്ത് ഒരു ചങ്ങലയൊക്കെ ഇട്ട് പൂട്ടി ആർക്കും വേണ്ടാത്തോന്ന് വച്ചേക്കുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ തന്നെ നമ്മൾ പൊട്ടിച്ചെടുത്തിട്ട് വന്നത്. വിത്ത് മച്ച് എഫേർട്ട്, പാറ്റ് ഓൺ യുവർ ഷോൾഡേഴ്സ്, ഗീവ് എ ബിഗ് റൗണ്ട് ഓഫ്. നമ്മുടെ ബ്രെയിനോട് പറ, വി ആർ സൂപ്പർ ഡ്യൂപ്പർ സ്റ്റോറി ടെല്ലേഴ്സ്. വെറും സാധാരണ സ്റ്റോറി ടെല്ലേഴ്സ് അല്ല, സൂപ്പർ ഡ്യൂപ്പർ സ്റ്റോറി ടെല്ലേഴ്സ്. വി ക്യാൻ ഡു ഇറ്റ്. നമ്മളെ കൊണ്ടത് പറ്റും. നമ്മളെ കൊണ്ടത് പറ്റുമെന്ന് ഞാനല്ല പറഞ്ഞത്. ആരാ പറഞ്ഞത്? നമ്മളാണ് പറഞ്ഞത്. ഓക്കെ,
ഇനി നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾക്ക് സ്റ്റോറി ചെയ്യാൻ പറ്റില്ല എന്ന്, സ്റ്റോറി പറയാൻ പറ്റില്ലെന്ന്? വി ക്യാൻ ആൻഡ് വി വിൽ.